ചിലർക്ക് പൈസ കാരണം പെണ്ണുങ്ങളെ നോക്കാൻ നേരമില്ല, ചില ആളുകൾക്ക് പെണ്ണുങ്ങൾ കാരണം പൈസ വേണ്ട. അതൊക്കെ ബുദ്ധി ഇല്ലാതെ ആക്കലാണ്. ചില ദുനിയാവ് കൊണ്ട് ചില ദുനിയാവിൽ ബുദ്ധി ഉണ്ടാവില്ല. ഈ കൂട്ടരങ്ങനെയല്ല. ഈ കൂട്ടർക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമത്തിൻ്റെ മദ്യം കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ദുനിയാവിൽ ബുദ്ധി ഉണ്ടാവില്ല. എന്തിനൊരു മർമ്മമുണ്ടല്ലോ, അതതിൻ്റെ സെൻട്രൽ പോയിന്റ്. പ്രപഞ്ചത്തിന് ഒരു മർമ്മം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യനെ ചരിത്രം വേദവും പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു വേദവും പരിചയപ്പെടുത്തിയിട്ടില്ല. വേദങ്ങളെല്ലാം ഇതുപോലെ പരിചയപ്പെടുത്തിയ വേറൊരാളില്ല. ഇയാൾ ഗുരുക്കളുടെ ഗുരുക്കളാണ്. ഇയാൾ എല്ലാത്തിനും മർമ്മമാണ്. അപ്പം പിന്നെ ഇയാളെ എങ്ങനെയാ ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആളാണ് സെൻട്രൽ പോയിന്റ്, മുഹമ്മദ് നബി. അപ്പം നമ്മളത് വിശ്വസിച്ചും മനസ്സിലാകുള്ളൂ. അപ്പം ഏത് ജാതി മതസ്ഥരീ മനുഷ്യനിലേക്ക് ചേരണം. നന്മ വേദഗ്രന്ഥങ്ങളില്ലേ ഉണ്ട്, പക്ഷേ അതിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിക്കോളണമെന്നില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തി. فما نفذ الشراب وما رواني سقاني الحب كأسا بعد كأسي فما نفذ الشراب وما رواني سقاني الحب പ്രേമത്തിൻ്റെ മദ്യം ഞാൻ കുടിച്ചു, എന്നെ അത് കുടിപ്പിച്ചു. പ്രേമം എന്നെ കള്ളുടിപ്പിച്ചു. സഖാനി കഅ്സൻ ബഅദ കഅ്സിൻ, പ്രേമം എന്നെ മദ്യപിപ്പിച്ചു. കഅ്സൻ ബഅദ കഅ്സിൻ, ഒരു ചഷകം കഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം എന്ന നിലയിൽ. നിറഞ്ഞ മദ്യത്തിൻ്റെ സ്ഫടികപാത്രത്തിനാണ് കഅ്സ് എന്ന് പറയുക. നിറഞ്ഞ മദ്യത്തിൻ്റെ നിറഞ്ഞ ചഷകം, എന്താ പറയുക, മദ്യത്തിൻ്റെ നിറഞ്ഞ പാത്രം. കള്ള് ഇങ്ങനെ കുടിച്ചു ഞാൻ. ഏതിൻ്റെ കള്ള്? പ്രേമത്തിൻ്റെ കള്ള്, അല്ലാതെ നമ്മളീ കാണുന്ന കള്ളല്ല. പ്രേമം തലക്ക് കുടിച്ചാൽ പിന്നെ ഭ്രാന്താവും, ബുദ്ധി ഉണ്ടാവില്ല. കള്ളുടിച്ചാലും ഭ്രാന്തി നമ്മൾ തന്നെയാണ്. പ്രേമത്തെ ആരോടുള്ള പ്രേമം? അള്ളാഹുവിനോടും സഖാനിൽ ഹുബ്ബു كأسا بعد كأسي فما نفذ الشراب وما رواني فما نفذ الشراب, മദ്യം തീർന്നില്ല. وما رواني, എൻ്റെ ദാഹവും തീർന്നില്ല. അതാ. അപ്പം മദ്യപിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹിൻ്റെ ആരിഫീങ്ങളുടെ മദ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലിലുമുള്ള മദ്യമാണത്. അതവിടെ കുടിക്കന്നെ, അതായത് അവരെ പ്രേമിക്കുക. മദ്യം മനുഷ്യൻ്റെ ആക്കലിനെ കളയുമ്പോൾ തന്നെ പ്രേമവും മനുഷ്യൻ്റെ ആക്കലിനെ കളയും. ഫമാ നഫദ ശറാബു ഫമാ നഫദ ശറാബു ഫമാ നഫദ ശറാബു, മദ്യം തീർന്നില്ല. ഫമാ നഫദ ശറാബു വമാ റവാനി ഫമാ നഫദ ശറാബു, മദ്യം തീർന്നില്ല. വമാ റവാനി, എൻ്റെ ദാഹവും തീർന്നില്ല. അതായത് കള്ള് ആ പാത്രത്തിലെ കള്ള് തീരൂല. അള്ളാഹുവിനെയും റസൂലിനെയും ഉള്ള പ്രേമത്തിൻ്റെ പാത്രത്തിൽ ലോകാവസാനം വരെയുള്ളതാണെങ്കിലും കുടിക്കാൻ മാത്രമേ ഉണ്ടാവും. എൻ്റെ ദാഹവും തീർന്നില്ല എന്ന് പറഞ്ഞാൽ മരിക്കണവരെ കുടിച്ചിട്ടും മരിക്കണവരെ കുടിച്ചാലും ഈ കള്ളിൻ്റെ പൂതി കഴിയൂല. മനസ്സിലാവും പറഞ്ഞത്? അതെൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഈ പറയുന്നത്. അലാ ഫസ്ഖിനി ജഹ്റൻ മുദാമ മഹബ്ബത്തിൽ അമീനിൽ ലദീ യുംളി ബിഅഖ്ലി ഫലം യുബ്ഖ. അലാ അറിയുക, ഫസ്ഖിനി റബ്ബേ, നീ എന്നെ കുടിപ്പിക്കണം, ജഹ്റൻ പരസ്യമായി തന്നെ, മുദാമ മഹബ്ബത്തിൽ അമീൻ, അല്ലമീനോടുള്ള പ്രേമത്തിൻ്റെ മദ്യത്തെ, അല്ലമീനോടുള്ള പ്രേമത്തിൻ്റെ കള്ളിനെ കുടിപ്പിക്കണം. അങ്ങനെ കുടിക്കന്നെ. അല്ലതീ, എങ്ങനെയുള്ള ഷറാബാണെന്നോ യുംലി ബി ആഖലി, അതിൻ്റെ ആഖലിനെ തന്നെ ഇല്ലാതാക്കണം. പിന്നെ എനിക്ക് ബുദ്ധി ഉണ്ടാവില്ല. ഫലം യുബക്ക്, ശേഷിപ്പിക്കാതെ, അശേഷം, അതായത് എൻ്റെ ബുദ്ധി അല്പം പോലും പിന്നെ ബാക്കിയാകരുത്. അങ്ങനെ
ഒരു മനുഷ്യനെ അള്ളാഹുവിനെയും റസൂലിനെയും പ്രേമിച്ചാൽ ദുനിയാവിനോടുള്ള ബുദ്ധി അവനുണ്ടാവില്ല. അതാണ് ദുനിയാവിനോട് പിന്നെ അവന് ബുദ്ധി ഉണ്ടാവില്ല, ദുനിയാവ് അവൻ്റെ തല ഉണ്ടാവില്ല. അലാ ഫസ്ഖിനി ജഹ്റൻ മുദാമ മഹബ്ബത്തിൽ അമീനിൽ ലദി യുംലി ബിഅഖ്ലി ഫലം യുബ്ഖ. അലാ ഫസ്ഖിനി ജഹ്റൻ, പരസ്യമായി നീ എന്നെ കുടിപ്പിക്കണം. മുദാമ മഹബ്ബത്തിൽ അമീൻ, അൽ അമീനോടുള്ള പ്രേമത്തിൻ്റെ മദ്യത്തെ കുടിപ്പിക്കണം. الذي يمضي بعقلي الذي يمضي بعقلي ألا فاسقني جهرا مدام محبة الأمين الذي يمضي بعقلي فلم يبق. എൻ്റെ അല്ല ഫസ്ഖിനി ജഹ്റൻ മുദാമ മഹബ്ബത്തിൽ അമീൻ, അല്ലമീനോടുള്ള പ്രേമത്തിൻ്റെ മദ്യത്തെ കുടിപ്പിക്കണം. ഫലം യുബക്ക്, ശേഷിപ്പിക്കാതെ, ശേഷിക്കാതെ കുടിക്കണം. കള്ളുടിക്കാൻ. ആരോടുള്ള കള്ള്? അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമത്തിൻ്റെ മദ്യം എന്നെ കുടിപ്പിക്കണം. അല്ലത് യുംലി ബിഅഖ്ലി, അതിൻ്റെ അഖലിനെ തന്നെ ഇല്ലാതാക്കണം. ഫലം യുബക്ക്, ശേഷിപ്പിക്കാത്ത നിലയിൽ. പിന്നെ ഒന്നും ബുദ്ധി ബാക്കി ഉണ്ടാവില്ല. അത് സത്യമാണ്, ആ ബുദ്ധി ബാക്കിയില്ലല്ലോ. അതുകൊണ്ടല്ലേ കോടിക്കണക്കിന് ഉറുപ്പ് എഴുതിയെടുക്കാനുള്ള ചെക്ക് രാജാവ് കൊടുത്തിട്ട് അതുകൊണ്ട് ഹറമെന്ന് ഇറങ്ങിയപ്പോൾ കുത്തുബഖാനിക്ക് 5 റിയാലിന് എത്ര കിതാബിന് 5 റിയാൽ എന്താ എഴുതിയെടുത്തോളി, ചെക്ക് അവിടെ കൊടുത്തു. എത്ര റുപ്യ കൊടുത്തു? 5 റിയാൽ ഒരു കിതാബ്. ബുദ്ധിയുണ്ടോ? മനസ്സിലായില്ല. ബുദ്ധിയുണ്ടോ? ബുദ്ധിയില്ല. ഏത് ബുദ്ധിയില്ല? പറയേ. ദുനിയാവിൻ്റെ ബുദ്ധി ഈ മഹാനില്ല. അള്ളാഹു റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ദുനിയാവിൻ്റെ ബുദ്ധി ഉണ്ടാവില്ല. അതായത് സംഗതി. അങ്ങനെയുള്ള ആളുകളെ വേറെയും എത്രയുണ്ട്. അങ്ങനെ തന്നെ നിസ്കരിച്ചുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തഹജ്ജുദ് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ കരയും. അങ്ങനത്തെ ഒരാളെ എനിക്കറിയും. ഒരു സയ്യിദത്താണ് അവർ. അങ്ങനെ കരയും. രാവിലെ കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. കുട്ടികൾ മദ്രസയിൽ പോകണം, കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ അമ്മക്ക് കഴിയില്ല. എന്താ കാര്യം? കാരണം ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ. ചായ ഉണ്ടോ? ഇല്ല. കഞ്ഞി ഉണ്ടോ? ഇല്ല. പേരിൽ ചായ ഇല്ല, കഞ്ഞിയില്ല. അങ്ങനത്തെ ഒരു സയ്യിദത്തിനെ എനിക്കറിയാം. അവർ വല്ലിപ്പയായ മുസ്തഫ റസൂലുള്ളാഹിനെ അവർ രാത്രി സ്വപ്നം കണ്ടാൽ നേരെ വെക്കുമ്പോൾ അവർക്ക് ഒന്നിനും കഴിയില്ല. അങ്ങനെ കരി റസൂലുള്ളാഹിനെ ഓർത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മഹബത്തിൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ. അപ്പോൾ അവിടെ പിന്നെ ദുനിയാവിൻ്റെ ബുദ്ധി ഉണ്ടാകുന്നില്ല. അവർക്ക് പൈസ ഉണ്ടാക്കണമെന്നൊരു മോഹം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജനങ്ങൾ അവരെ പറയും പിരാന്ത്, ജനങ്ങൾ പറയും അന്തല്ലാത്തവർ. ചിന്തിക്കണം, തന്നെ അവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. ഞങ്ങളോട് തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ പറ്റി പറഞ്ഞല്ലോ. തിരുപ്പഞ്ചിയിലെ അല്ല അവിടെ അങ്ങാടിയിൽ തിരുപ്പഞ്ചി, അഞ്ഞി പൂക്കളത്തൂരാണ് തിരുപ്പഞ്ചി എന്ന് എൻ്റെ ഓർമ്മ. തിരുപ്പഞ്ചി പാലക്കാട് റമദാനിൽ വയറു പറയും. ആ വയറു അങ്ങനെ പറയും. അപ്പോൾ നാട്ടുകാരെ കൂടിയിട്ട് റമദാനിൽ 10-15 ആയപ്പോൾ ഒരു പൈസ ഉണ്ടെങ്കിൽ കൊടുത്തു. 2 കാര്യം അവരുടെ ലക്ഷ്യം. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്നാൽ ആ വയറൊന്ന് നിർത്തല. ആ വയൽ നിർത്താൻ വേണ്ടി അവന് പൈസ ഉണ്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ആ വയലൊന്ന് നിർത്തിക്കണം. അങ്ങനെ വയൽ എന്നും വയൽ. അപ്പോൾ പൈസ വാങ്ങിച്ചു. അപ്പോൾ നന്നായി നമുക്ക് ബദരീങ്ങളാണ്ട് കഴിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് അവർക്ക് ദുനിയാവിലേക്കുള്ളൊരു ബുദ്ധി ഇല്ല. ബദരീങ്ങളാണ്ട് ഇനിയിപ്പോൾ ഭംഗിയായി കഴിക്കപ്പോൾ എന്താ ചെയ്യാന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളെ പൈസ ഉണ്ടെന്നത് നന്നായി. അത് നമുക്ക് പോത്തനാണ്. ബദരീങ്ങളാണ്ട് കഴിക്കണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അവർക്ക് ദുനിയാവിൻ്റെ ബുദ്ധി ഉണ്ടാവില്ല.
അലാ ഫസ്കിനി ജഹ്റൻ മുദാമ മഹബ്ബത്തിൽ അമീൻ അല്ലദി യുംലി ബിഅഖലി. നമുക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. ഒന്നും അവർക്ക് കഴിയില്ല, അവർക്കൊന്നിനും കഴിയില്ല. ഒന്നിനും അവർക്ക് കഴിയില്ല. ദുനിയാവിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാനും അവർക്ക് കഴിയില്ല. അവർക്ക് വലിയ ദാരിദ്ര്യം ഉണ്ടാവും. ദാരിദ്ര്യമുള്ള എത്രയോ അള്ളാൻ്റെ ഔലിയാക്കന്മാരുണ്ട്, കടുത്ത ദാരിദ്ര്യം. പക്ഷെ ആ ദാരിദ്ര്യത്തെ ഒരു വിഷയമല്ല. എന്നാൽ അവർക്ക് ആ ദാരിദ്ര്യം അവർക്ക് ദാരിദ്ര്യം എന്ന് പോലും അറിയില്ല. അവർക്ക് ദാരിദ്ര്യമാണെന്ന് പോലും അവർക്കറിയില്ല. അവരങ്ങനെ ജീവിച്ചു. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. നിങ്ങൾക്ക് പറയും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നാൽ അവർക്ക് വല്ല ആവലാതി ഉണ്ടോ വേവലാതി ഉണ്ടോ? ഒന്നുമില്ല. അവർ അള്ളാഹു ലയിച്ചവരാണ്. അല്ലദി യുംലി ബിഅഖലി, അല്ലദി യുംലി ബിഅഖലി. ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അള്ളാഹുക്ക് പൊരുത്തപ്പെട്ടവർ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ റഹ്മത്തിൻ്റെ വാതിൽ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അപ്പം ചിന്തിക്കുക, വളരെ ചിന്തിക്കണം, വളരെ 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 ചിന്തിക്കണം. അള്ളാഹു തആല അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട അടിമകൾ നമ്മളെ ചേർക്കട്ടെ. അപ്പം അവരെ അത്രയും ആളുകളുണ്ട് ലോകത്ത്. അല്ലദി യുംലി ബിഅഖലി, എൻ്റെ അഖലിനെ തന്നെ അതില്ലാതെയാക്കും. അലാ ഫസ്ഖിനി ജഹ്റൻ മുദാമ മഹബ്ബത്തിൽ അമീനിൽ അല്ലദി യുംലി ബിഅഖലി ഫലം യുബ്ഖ. ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ. സ്വന്തം ഭാര്യയുണ്ട്, ഭാര്യനെ ഒത്തുക്കൊക്കെ നേരല്ല. റസൂലുള്ളാഹിനെ നോക്കി കുത്തിരിക്കുക. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്താ? നിങ്ങൾ നോക്കി കുത്തിരിക്കുക, അങ്ങനെ നോക്കിയിരിക്കുക. റസൂലുള്ളാഹിനെ നോക്കിയിരിക്കുക. അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ. അബൂബക്കർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. അങ്ങനെ വജ്ഹിയിലേക്ക് നോക്കിയിരിക്കുക. ബുദ്ധിയില്ലാത്തൊരു കളിയാണത്. ഏത് ബുദ്ധിയില്ല? ദുനിയാവിൻ്റെ ബുദ്ധിയില്ല. സ്വന്തം ഭാര്യയെ നോക്കിയിരിക്കാൻ നേരല്ല, നോക്കൂല എന്നല്ല, അതിലല്ല അവരാനന്ദം. അവരാനന്ദം ആരെ കാണുന്നില്ലാണ്? റസൂലുള്ളാഹിനെ കാണില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇങ്ങനത്തെ ഈ ബുദ്ധി പോകുന്ന ചില ആളുകൾ, ചിലർക്ക് ദുനിയാവിൽ ബുദ്ധി പോകും, ചിലർക്ക് ദുനിയാവിനെ കുറിച്ച് ബുദ്ധി പോകും. ചില ആളുകൾക്ക് ചില ദുനിയാവ് കൊണ്ട് മറ്റു ചില ദുനിയാവിൽ ബുദ്ധി പോകും. ഇവർ ദുനിയാവിനെ പാടെ ഒഴിവാക്കി മറന്നു. അവർക്ക് ആഖിറത്തിൻ്റെ ബുദ്ധിയേ ഉള്ളൂ. ചില ആളുകൾ പൈസമ്മൽ ബുദ്ധി പോകും, പിന്നെ അവർക്ക് പരി പോകുന്നേരം ഉണ്ടാവില്ല. കച്ചവടം പൈസ ഉണ്ടാക്കൽ അത്രേ ഉണ്ടാവുള്ളൂ. 3-4 കൊല്ലമായിട്ട് പരി പോവില്ല, ഗൾഫിൽ നിന്ന് വരില്ല. ഇനി 2 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ വന്നാൽ തന്നെ 2 ദിവസം പരി നിന്നിട്ട് 3-ാം ദിവസം മുമ്പരെ കാണുന്നുണ്ടാവില്ല. മുമ്പ് തിരിച്ച് കരിപ്പൂർ പോയി അവിടെ എത്തിയ വിവരം ആരും അറിയില്ല. അവൾ കരഞ്ഞ് പിടിച്ച് കാല് പിടിച്ചിട്ടാണ് അയാൾ വന്നത്. എന്നാൽ ഇവിടെ നിൽക്കാൻ അയാൾക്ക് നേരം ഉണ്ടില്ല. അയാൾക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അയാൾക്ക് നേരം എടുത്താൽ റിയാലെണ്ണണം. അതൊരു പിരാന്താണ്, ബുദ്ധിയില്ല. ദുനിയാവിൻ്റെ ചില ബുദ്ധി കൊണ്ട് ചില ബുദ്ധി പോയി. ഇനി തിരിച്ചും വരും. ഒരാൾ നല്ല ജോലി ഉണ്ടായിരുന്നു, 10,000-15,000 റിയാലിൻ്റെ ശമ്പളം. അപ്പോഴാണ് പെണ്ണുങ്ങളോടുള്ള പ്രേമമാണ് കലശലായത്. പെണ്ണെട്ടി ഇവിടുന്ന് പോയി ആ ജോലിയാണ് ഇവിടെ ഓളെ പിന്നാലെ അങ്ങനെ നടക്കും. അങ്ങനെയുള്ളവരില്ലേ? അത് ദുനിയാവിൻ്റെ ഒരു ബുദ്ധി കൊണ്ട് മറ്റൊരു ബുദ്ധി ഇല്ലാതെ. ചിലർക്ക് പൈസ കാരണം പെണ്ണുങ്ങളെ നോക്കാൻ നേരമില്ല. ചില ആളുകൾക്ക് പെണ്ണുങ്ങൾ കാരണം പൈസക്ക് വേണ്ട. അല്ലേ? അങ്ങനെ ഇല്ലേ? അതൊക്കെ ബുദ്ധി ഇല്ലാതെ ആക്കലാണ്. ചില ദുനിയാവ് കൊണ്ട് ചില ദുനിയാവിൽ ബുദ്ധി ഉണ്ടാവില്ല. ഈ കൂട്ടരങ്ങനെയല്ല. ഈ കൂട്ടർക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമത്തിൻ്റെ മദ്യം കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ദുനിയാവിൽ ബുദ്ധി ഉണ്ടാവില്ല. കഴിച്ചാലും വേണ്ടില്ല, കഴിച്ചിട്ടില്ലേലും വേണ്ടില്ല, പൈസ കിട്ടിയാലും വേണ്ടില്ല, പൈസ കിട്ടിയില്ലേലും വേണ്ടില്ല, അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അലാ ഫസ്ഖിനി ജഹ്റൻ മുദാമ മഹബ്ബത്തിൽ അമീനിൽ ലദി യുംലി ബിഅഖലി ഫലം യുബ്ഖ. മക്കക്കാർ അറസ്റ്റ് ചെയ്തു ബഹുമാനപ്പെട്ട മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ഒരു മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാൽ മതി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റൂല.
നിൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയാലും എനിക്ക് വിരോധമല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യണ്ട, ചീത്തയും ഒന്നും പറയണ്ട. ഈ സ്ഥാനത്ത് മുഹമ്മദിനെയും വെക്കാം എന്ന് നീ പറഞ്ഞാൽ മതി. വേണ്ട, അങ്ങനെ പറഞ്ഞിട്ട് പോലും എനിക്ക് രക്ഷപ്പെടണ്ട. അള്ളാഹു റസൂലിൻ്റെ കാലിൻ്റെ ഒരു മുള്ളുകൊണ്ടൊരു കുത്തുകൊടുത്താലും എനിക്കിതിന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചാൽ പോലും എനിക്കിതിന് രക്ഷപ്പെടേണ്ടതില്ല. ഇതിപ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ ജീവൻ പോകാനാവുന്ന സമയത്തൊരു ഉതിറില്ലേ, പക്ഷെ ആ ഉതിരി മനുഷ്യന് ആവശ്യമില്ല. എന്താണത്? ഒരു ബുദ്ധിയില്ലായ്മയാണ്. അവൻ അത്രയും ലയിച്ചുപോയി. ആരിൽ? മുസ്തഫ നബി ലയിച്ചുപോയി, സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് ലയിച്ചുപോയി. അങ്ങനെയല്ലേ പല 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 ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ സത്യമാണ്. ആക്കിലി എന്ന് പറഞ്ഞാൽ ആക്കിലി ചിലയിടത്ത് അങ്ങോട്ട് എത്തിക്കഫായി പോകും. ചില ആളുകൾക്ക് തൊഴിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓഫീസിൽ ലേറ്റ് ഇട്ട് അങ്ങനെ എഴുതും. അവരുടെ ഫയൽ ക്ലിയർ ആക്കാൻ പരി പോകുന്നേരണ്ടാവില്ല. പരികൂല ഇവിടെ കടലാസ് ക്ലിയർ ആവും. അങ്ങനെ ഫുള്ള് ക്ലിയറാക്കി ഓഫീസിൻ്റെ വർക്ക് ഓഫീസ് പരി പോവില്ല. ചിലർക്ക് തിരിച്ച് ജോലി കിട്ടിയാൽ തന്നെ ഒരു 2-4 മണിക്കൂർ ഓഫീസിൽ തിരിഞ്ഞളിച്ചാൽ മതി, എന്നാലും ശമ്പളം കിട്ടും. പക്ഷെ അതിനോന് കഴിയൂല. പെണ്ണുങ്ങളെ വിട്ടൊരു മിനിറ്റ് ഒന്നും പോകാൻ കഴിയൂല. അത് വേറൊരു മദ്യമാണ്, ഇത് വേറൊരു മദ്യമാണ്. മനസ്സിലാവേണ്ട പറഞ്ഞു. മനുഷ്യൻ്റെ ആക്കല് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ അല്ലത് യുംലി ബിഅഖ്ലി, എൻ്റെ ആക്കലിനെ തന്നെ ഇല്ലാതാക്കി കളയുന്ന തരത്തിൽ. അലാ ഫസ്ഖിനി ജഹ്റൻ മുദാമ മഹബ്ബത്തില്ല അമീനില്ലദി യുംലി ബിഅഖ്ലി ഫലം യുബ്ഖ്. ആക്കൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. ആ വിധത്തിൽ നീ എന്നെ മദ്യം കുടിപ്പിക്കണം. മുദാമ മഹബ്ബത്തിൽ അമീൻ, അല്ലമീനോടുള്ള പ്രേമത്തിൻ്റെ മദ്യം എന്നെ കുടിപ്പിക്കണം. പുണ്യ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തലേ കയറിയ പിന്നെ നാശിച്ചു പോവുകയില്ല. അത് ചിന്തയിൽ അള്ളാഹു റസൂൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്കില്ലാതാണ് നമ്മളെല്ലാ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം. അത് നമ്മളെ ചിന്തയിലില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ആക്കിത്തരട്ടെ. ആരാണ് ഇയാൾ? റസൂലുൻ അമീനുൻ അക്രമുൽ ഖൽഖി കുല്ലി ലദാ ഹദ്റത്തിർ റഹ്മാനി ദിർറത്ഖി വൽ ഫത്ഖ്. റസൂലുൻ, ഇത് റസൂലാണ്. അമീനുൻ, ഇതൊരു അല്ലമീനായ റസൂലാണ്. ഇത് ഏറെ വിശ്വസ്തനായ റസൂലാണ്. പിന്നെ അക്രമുൽ ഖൽഖി കുല്ലിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയായ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും സത്യസന്ധനാണ് ഏറ്റവും ബഹുമാനി. ഏറ്റവും മുത്തഖയാണ് ഏറ്റവും ബഹുമാനി. ഏറ്റവും അപരസ്നേഹ തൽപരനാണ് ഏറ്റവും ബഹുമാനി. ഇതൊക്കെ മുഹമ്മദ് നബിയാണ്. ഏറ്റവും കരുണയുള്ളവനാണ് ഏറ്റവും ബഹുമാനി. അപ്പോൾ ഏറ്റവും കരുണയുള്ളത് ഇയാളാണ്. പരസ്നേഹമുള്ള ആളാണ് ഏറ്റവും ബഹുമാനിയെങ്കിൽ ഏറ്റവും പരസ്നേഹമുള്ളതും ഇയാൾ തന്നെയാണ്. എല്ലാ അമ്പിയാക്കളും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഈ ആൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയും. അമ്പിയാക്കൾക്ക് പോലും മഹ്ശറിൽ ഒരു വർത്തമാനത്തിനും അവകാശം ഉണ്ടാവില്ല. അവരെ പോലും ഈ മനുഷ്യൻ രക്ഷപ്പെടുത്തി കൊടുക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തനിക്കൊരവസരം കിട്ടിയപ്പോൾ അതിൽ സന്തോഷിച്ചില്ല. എന്താ പറയുക, പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി, വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തിക റബ്ബുക ഫതർദാ. ഈ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം വരികയാണ്, ഒരു സന്തോഷ വാർത്ത. എന്താണ്? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. കഴിഞ്ഞു പോയ നാളിനേക്കാൾ വരാനുള്ള നാളുകളായിരിക്കും ഏറെ അങ്ങേക്ക് സന്തോഷം. അങ്ങനത്തെ ഒരു കാലം അങ്ങേക്ക് ഇതാ വല്ലാത്തൊരു സന്തോഷകരമായ സാഹചര്യം അങ്ങേക്ക് വരാൻ പോവാണ്. വലസൗഫ യുഅ്തിക റബ്ബുക, റബ്ബ് അങ്ങയെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫതർദാ, അപ്പോൾ അങ്ങേക്ക് തൃപ്തിയാവും. അതിന് മാത്രം തരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബിൽ നിന്ന് വലിയൊരു സന്തോഷം ഒരാൾക്ക് കിട്ടാന്നൊരു ഒരു മെസ്സേജ് ഒരു അടിമക്ക് കിട്ടിയാൽ ആ അടിമയുടെ സന്തോഷം എത്രയിരിക്കും. പക്ഷെ അവിടെ ഈ മനുഷ്യൻ സന്തോഷിച്ചില്ല. എന്താ പറഞ്ഞത്?
വലാ അർളാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകപ്രവേശിതനായാൽ എനിക്ക് സന്തോഷമുണ്ടാകില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്ത് കടന്നാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നരകത്ത് കടന്നാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ലോകത്ത് ഇത്രയേറെ പരസ്നേഹ തൽപരൻ വേറെയില്ല. അതുകൊണ്ടാണ് അക്രമുൽ ഖൽഖി കുല്ലിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യൻ ഇയാൾ തന്നെയാണ്. എന്താ പറഞ്ഞ്? അതായത് തനിക്ക് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, പരിശുദ്ധ ഖുർആനാണ്. വലസൗഫ യുഅ്തീക, അങ്ങേക്ക് റബ്ബ് തരാൻ തീരുമാനിച്ചു. റബ്ബുക ഫതർളാ, എത്രയെന്ന് ചോദിക്കണ്ട, അങ്ങേക്ക് മതി വരുവോളം, അങ്ങേക്ക് മതി വരുന്നത് വരെ അങ്ങേ തൃപ്തിപ്പെടുത്താൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജിബ്രീലിനോട് പറഞ്ഞു, തിരിച്ചു പോയി റബ്ബിനോട് പറഞ്ഞേക്കൂ, വലാ അർളാ, എനിക്ക് തൃപ്തിയാവുകയേ ഇല്ല, വാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ. അല്ലാ, പരലോകത്ത് എൻ്റെ ഒരാൾ കഷ്ടപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഖിയാരി ഉമ്മത്തിൽ മുസ്തഫ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഖിയാരി ഉമ്മത്തിൽ മുസ്തഫ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഖിയാരി ഉമ്മത്തിൽ മുസ്തഫ. ദീവാൻ എല്ലാവരും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഉറങ്ങണതിന് മുമ്പ് അല്പം നേരം ഇങ്ങനെ ദീവാൻ ചെല്ലണം. രാത്രി ദീവാൻ ചെല്ലാത്ത ഇതിനൊക്കുന്ന ഒരു ബെയ്ത്തില്ല. ഭയങ്കരമാണ്. ഇത്രയേറെ പുണ്യ റസൂലിനോടുള്ള മഹബത്ത് ഒഴുകിയ ഒരു കവിത എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കിതാബ് വാങ്ങി കൊണ്ടുപോയിട്ട് എന്നിട്ട് അത് വീട്ടിൽ ചെല്ലണം. അല്ലെങ്കിൽ യാത്രയിൽ അവനാൻ്റെ വണ്ടിയിലൊരു ദീവാൻ ഉണ്ടാകണം. എവിടെയെങ്കിലും ഇനി ഉറക്കം വന്ന് ഉറക്കം വരാൻ ഒരുങ്ങുകയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ലേശം ഒരു 10 വരി ദീവാൻ ചെല്ലുക, മടക്കുക. യാ റസൂലല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാം പറയാ, കിടക്കുക. അലാ ഫസ്ഖിനി ജഹ്റൻ മുദാമാ മഹബ്ബത്തിൽ അമീനിൽ ലദി യുംലി ബിഅഖ്ലി ഫലം യുബ്ഖി റസൂലുൻ അമീനുൻ അക്രമുൽ ഖൽഖി കുല്ലി ലദാ ഹദ്റത്തിർ റഹ്മാനി ദിർറത്ഖി വൽ ഫത്ഖ്. റസൂൽ ഇത് വല്ലാത്തൊരു റസൂലാണ്. അമീനുൻ, അല്ലമീനായ റസൂലാണ്. അക്രമുൽ ഖൽഖി കുല്ലിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിയായ ആളാണ്. എവിടെ? ലദാ ഹദ്റത്തിർ റഹ്മാൻ, റഹ്മാൻ്റെ സന്നിധാനത്തിൽ. രാജാതിരാജനായ അവൻ്റെ സന്നിധാനത്തിൽ ഏറെ ബഹുമാനിയായ വ്യക്തിയാണിത്. അതുകൊണ്ട് കാരണം ഇത്രയേറെ റബ്ബിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി അധ്വാനിച്ച ഒരാൾ വേറെയില്ല. സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ആശ്രിത കുടുംബമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൂട്ടത്തിൽ, അവരെ കൂട്ടത്തിലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അഹബ്ബു, ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ ആശ്രിത കുടുംബമായ അള്ളാഹു. അവൻ്റെ സൃഷ്ടികളോട് ആരാണ് കൂടുതൽ കരുണ കാണിക്കുന്നവർ, അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്കിൽ ആ ആള് നബി തന്നെയല്ലേ? നബിയല്ലേ? അതിൻ്റെ അപ്പുറം എനിക്ക് അറിയൂല, എനിക്ക് അതിൻ്റെ അപ്പുറം അറിയൂല. അള്ളാഹു ആലം, എനിക്കറിയില്ല. എല്ലാ ജാതി മതസ്ഥരോടും കരുണ കാണിച്ചാണ് എന്നെ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും എന്താ പറഞ്ഞത്? നിങ്ങൾ നരകത്ത് ചാടാതിരിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുക. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് പുറത്തേക്ക് ചാടുകയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുകയുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെയെങ്കിലും നിങ്ങളെന്ന് രക്ഷപ്പെടുത്തണം, ഇതാണ് ഞാൻ അധ്വാനിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള അടിമകളിൽ നമ്മൾ അള്ളാഹു തആല ചേർത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എല്ലാവരെയും ഞാൻ നരകത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്.
അന ആഹുദുക്കും ബിഹുജ്ജതിക്കും, ഞാൻ നിങ്ങളെ ഊരൊക്കെ പിടിക്കുകയാണ്, ഒന്ന് തീ ചാടരുതേ എന്ന് പറഞ്ഞു. അന്തും തഫല്ലത്തൂന മിൻ യദയ്യ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഊർന്ന് കൊതറിച്ചാടുകയാണ് നരകത്തിലേക്ക്. ആര് എൻ്റെ കയ്യിൽ പിടുത്തം കിട്ടിയോ അവരെ പരാജയപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. അത് ജാതിയില്ല, മതമില്ല, ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് ചേരണം. ഈ മനുഷ്യൻ അതെന്താ അങ്ങനെ ചോദിക്കരുത്. അള്ളാഹു പരമാധികാരിയാണ്, അവൻ നീതിമാനുമാണ്. എല്ലാ സത്യവും നമ്മൾ അറിഞ്ഞോളുന്നില്ല. എന്താ ഇപ്പം മുഹമ്മദ് നബിക്ക് മാത്രം എത്ര വലിയ പ്രത്യേകത കൊടുത്തു? ആ ചോദ്യം യാതൊരു അർത്ഥമില്ലാത്ത ചോദ്യമാണ്. ഇപ്പം എന്തൊന്നിനുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ്, എന്തിനുള്ളൊരു സെൻട്രൽ പോയിന്റ്. ആ സെൻട്രൽ പോയിന്റാണ് അതിൻ്റെ മർമ്മം അല്ലേ? ഒരു വസ്തുവിന് സെൻട്രൽ പോയിന്റ് ഉണ്ടോ അല്ലേ? എങ്കിൽ പ്രപഞ്ചത്തിന് സെൻട്രൽ പോയിന്റ് ഇല്ലേ? അത് മുഹമ്മദ് നബിയാണ്. അപ്പം ഇതിന് ഈ ഒരു മേശക്കൊരു സെൻട്രൽ പോയിന്റ് ഉണ്ടാവും. ഒരൊറ്റ അടി അടിച്ച് അവിടെ പൊട്ടും. അതിവിടെ പൊട്ടിക്കോണമെന്നില്ല, ഇവിടെ പൊട്ടിക്കോണം. സെൻട്രൽ പോയിന്റ് അടിച്ച പൊട്ടും. ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടാവും, അതിൻ്റെ മർമ്മയിരിക്കും. ഒരു കുത്ത് അവിടെ കുരുക്കളാണ് കുത്തിയാൽ പിന്നെ വൈകുന്നേരം വരെ അങ്ങനെ മർമ്മം അറിയണവൻ മർമ്മം. അപ്പം എന്തിനൊരു മർമ്മം ഉണ്ടല്ലോ, അതതിൻ്റെ സെൻട്രൽ പോയിന്റ്. പ്രപഞ്ചത്തിനും ഒരു മർമ്മം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യനെ ചരിത്രം വേദവും പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു വേദവും പരിചയപ്പെടുത്തിയിട്ടില്ല. വേദങ്ങളെല്ലാം ഇതുപോലെ പരിചയപ്പെടുത്തിയ വേറൊരാളില്ല. ഇയാൾ ഗുരുക്കളുടെ ഗുരുക്കളാണ്, ഇയാൾ എല്ലാത്തിനും മർമ്മാണ്. അപ്പൊ പിന്നെ ഇയാളെ എങ്ങനെയാ ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആളാണ് സെൻട്രൽ പോയിന്റ്, മുഹമ്മദ് നബി. അപ്പം നമ്മളത് വിശ്വസിച്ചും മനസ്സിലാകുള്ളൂ. അപ്പം ഏത് ജാതി മതസ്ഥരീ മനുഷ്യനിലേക്ക് ചേരണം. നന്മ വേദഗ്രന്ഥങ്ങളില്ലേ ഉണ്ട്, പക്ഷേ അതിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിക്കോളണമെന്നില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്ക്. ഇന്നലിക്കുല്ലി ഷൈഇൻ ഖൽബൻ വൽ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഏതെന്നിനും ഒരു ഹൃദയമുണ്ട്, ഖുർആൻ്റെ ഹൃദയം യാസീനാണ്. എന്താ അങ്ങനെ? അതങ്ങനെയാണ്. മറ്റൊക്കെ ഖുർആനല്ലേ ആണ്, പക്ഷെ യാസീൻ ഖൽബാണ്. ഇന്നലിക്കുല്ലി ഷൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എങ്കിൽ പ്രപഞ്ചത്തിനൊരു ഖൽബുണ്ട്, അത് മുഹമ്മദാണ്. ഇനി മേലെ വൽഅബ്ദു ഹഖൻ വല്ലനാമു അബീദുഹു ഫകുല്ലി യാ മുഖ്താറു കുല്ലി ലദൽ ജദസ്. അങ്ങനത്തെ ഒരു വരി കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വരി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹുവൽ അബ്ദു ഹഖൻ വൽ അനാമു അബീദുഹു ഹുവൽ അബ്ദു ഹഖൻ വൽ അനാമു അബീദുഹു ഹുവൽ അബ്ദു ഹഖൻ. യഥാർത്ഥത്തിൽ അടിമ ഇയാളാണ്. വൽ അനാമു അബീദുഹു, മറ്റുള്ളവരെല്ലാം ഇയാളുടെ അടിമകളാണ്. യഥാർത്ഥത്തിൽ അടിമയുള്ളൂ അത് ഇയാളാണ്. ഹുവൽ അബ്ദു ഹഖൻ വൽ അനാമു അബീദുഹു ഫകുല്ലി യാ മുഖ്താറു കുല്ലി ലദൽ ജദസ്. വൽ അബ്ദു ഹഖൻ, യഥാർത്ഥത്തിൽ അടിമ ഈ ആളാണ് മുഹമ്മദ് മുസ്തഫ. വൽ അനാമു അബീദുഹു, ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം ഈ ആളുടെ അടിമകളാണ്. യഥാർത്ഥത്തിൽ അടിമ ഇയാളാണ്, ബാക്കിയുള്ളവരെല്ലാം പറയേ ഇയാളുടെ അടിമകളാണ്. ഫകുല്ലി യാ മുഖ്താർ ഫകുല്ലി, അങ്ങ് എനിക്കാകണം. യാ മുഖ്താർ, യെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ. കുല്ലി, എനിക്കാവണം കേട്ടോ. ലദൽ ജദസ്, ഞാൻ ഭൂമിക്കടിയിൽ എത്തുന്ന നേരത്ത്. അല്ലാഹു നമുക്ക് ആക്കി തരട്ടെ. ഫഖുൽ ഖാദിമി, അങ്ങനത്തെ ഒരു വരിയുണ്ട്. ലദൽ ഖബ്രി മഹ്മാ യുസ്അലുൽ അൻഹു അൻകുമു ഫകുല്ലി എന്ത് ഫഖുൽ ഖാദിമി. അങ്ങനത്തെ ഒരു വരിയുണ്ട്. കഴിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു വരിയുണ്ട്. ലദൽ ഖബ്രി മഹ്മാ യുസ്അലുൽ അൻകു അബ്ദു അൻകുമു
ഫഖുൽഹാ ഖാദിമീ ലദൽ ഖബ്രി, ഖബറിൽ വെച്ച് യുസ്അലുൽ അബ്ദു, ഒരാളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഒരാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അൻകുമു, അങ്ങയെക്കുറിച്ച്. ഫഖുൽ, അപ്പോൾ അങ്ങ് അവിടെ വന്ന് പറയണം ഖാദിമി, അതെൻ്റെ ഒരു ഖാദിമാണ് കേട്ടോ, വിട്ടാളി. നമുക്ക് തൗഫീഖ് തരട്ടെ, നമുക്ക് തൗഫീഖ് തരട്ടെ, നമുക്ക് തൗഫീഖ് തരട്ടെ. ആളെ പേടിപ്പിച്ച് ചോദിക്കണ്ട കേട്ടോ, എൻ്റെ ആളാണ്. ഫഖുൽ ഖാദിമി, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു വരി ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ലദൽ ഖബ്രി, ഖബറിൽ വെച്ച് മഹ്മാ യുസ്അലുൽ അബ്ദു അൻകുമു, ഒരാളെക്കുറിച്ച്, ഒരാളോട് അങ്ങയെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഫഖുൽ, അങ്ങ് പറയണം ഖാദിമി, അതെൻ്റെ ഖാദിമ, എൻ്റെ ഖാദിമ. പിന്നെ പ്രശ്നമില്ല, നിങ്ങളെ പറഞ്ഞാൽ മതി. പിന്നെ മലക്കുകൾക്ക് തൊട്ടാൻ കഴിയില്ല. എന്തുകൊണ്ട്? മലക്കുകൾക്ക് നിങ്ങളെ പേടിയാണ്. കാരണം ഈ മലക്കുകളും ആരെ ഖാദിമാണ്? മുസ്തഫ നബിയുടെ ഖാദിമ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇന്ന് മുഹറം 1 നേരം പോലത്തെ ആദ്യം എടുക്കുന്ന പണി അള്ളാഹു റസൂലിനെ പറയലാണ്. അൽഹംദുലില്ലാ, അള്ളാഹു റസൂലിനെ കേൾക്കലാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇന്നലെ പാറപ്പള്ളിയിൽ പോയി ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി തങ്ങൾ സിയാറത്ത് ചെയ്തു ഇന്നലെ. വല്ലാത്തൊരു സന്തോഷം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹളറത്തിലെത്തിയില്ലെങ്കിലും അവിടുത്തെ സാഹിബിൻ്റെ ഹളറത്തിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു എന്താ പറയുക, ഒരു ദീവാൻ ചൊല്ലിപ്പോന്നു. അൽഹംദുലില്ലാ. അപ്പോൾ റസൂലുൻ അമീനും അക്രമുൽ ഖൽഖി കുല്ലിഹി ലദാ ഹദ്റത്തിർ റഹ്മാനി ദിർറത്ഖി വൽ ഫത്ഖ്. റസൂലുൻ, ഈ ആൾ റസൂലാണ്. അമീനുൻ, ഏറെ വിശ്വസ്തനായ റസൂലാണ്. അക്രമുൽ ഖൽഖി കുല്ലിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയായ വ്യക്തിയാണ് ഇയാൾ. എവിടെ? ലദാ ഹദ്റത്തിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ സന്നിധാനത്തിൽ. ആരാണ് ഈ റഹ്മാൻ? ദിർറത്ഖി വൽ ഫത്ഖി, കൂട്ടാനും പിരിക്കാനും യോഗ്യതയുള്ളവൻ.